ഹലോ ക്യൂട്ടീസ്, ഇന്ന് നമുക്കൊരു ഗെയിമിംഗ് ബുക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ഗെയിം ബുക്കിനകത്തുള്ള ഗെയിമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണോ ഇത്? ഒരു പ്ലേ കാർഡ്സ് കളിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കളിക്കുന്നത് കുറേ കാർഡ്സ്, കുറേ ഡിസൈനിലുള്ള രണ്ട് സെയിം ഡിസൈനിലുള്ള രണ്ട് കാർഡ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിനെ നമുക്ക് 2 പേര് 3 പേര്, ഞാൻ കുറച്ച് കാർഡ്സ് ഉണ്ടാക്കിയത് ഇങ്ങനെ മറച്ച് വെക്കുക, അത് പിക്ചർ കാണാത്ത രീതിയിൽ മറച്ച് വെക്കുക. അതിനുശേഷം ഒരു 2 പ്ലെയർ ആണെങ്കിൽ 2 പ്ലെയർ, അല്ലെങ്കിൽ 3 പേരൊക്കെ 3 പ്ലെയർക്കുള്ള കാർഡ്. ഒരാളൊരു കാർഡ് എടുത്തു, അടുത്ത ആൾ അടുത്ത കാർഡ് എടുത്തു. പിന്നെ ആദ്യത്തെ ആൾ രണ്ടാമത്തെ കാർഡ് എടുക്കുമ്പം അത് മാച്ചിങ് ആണെങ്കിൽ, ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ കാർഡ് എടുക്കുന്ന സമയത്ത് ഞാനും വേറൊരാളും കൂടെ ഗെയിം കളിക്കുന്നത്, ഇപ്പോൾ എനിക്ക് കിട്ടിയത് മാച്ചിങ് ആണെങ്കിൽ എനിക്കൊരു പോയിൻ്റ് കിട്ടും. ഇത് അങ്ങനെ കളിച്ച് എത്ര ആദ്യം ആരുടെ കാർഡാണോ ഫിനിഷ് ആകുന്നത് അങ്ങനെ മാച്ച് ചെയ്യുന്ന അവർ ഫസ്റ്റ് അടിക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ 2-3 കാർഡ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ കാർഡുകൾ സെയിം ഡിസൈനിൽ 2 എടുക്കുക. എന്നിട്ട് 2 പേരായിട്ട് ഡിവൈഡ് കൊടുക്കുക, അല്ലെങ്കിൽ 3 പേർക്കായിട്ട് ഡിവൈഡ് കൊടുക്കുക. ഇതാണ് മാച്ച്. നമ്മൾ മറ്റേ കാർഡ് കളിക്കത്തില്ലേ, അത് നമ്മൾ ക്യൂട്ടായിട്ടുള്ളൊരു കാർഡ് കളിക്കുന്നത്. ഇതാണ് ഒരു ഗെയിം എന്നുള്ളത്. അപ്പോൾ ആ ഗെയിമിങ്ങിൻ്റെ 2 പ്ലെയറെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 പ്ലെയർ വെക്കാം. അപ്പോൾ അതിനകത്തുള്ളതാണ് ഫസ്റ്റ് ഗെയിം. ഇനി നമുക്ക് അടുത്ത ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗെയിമാണോ എന്ന് അറിയത്തില്ല. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ ഇഷ്ടംപോലെ കളിച്ചിട്ടുള്ള നമ്മൾ 0 വെട്ട്, അതിനെ ഡോട്ട്സ് ആൻഡ് ബോക്സസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് കളിക്കാത്ത ആരെങ്കിലും ഉണ്ടോയെന്നല്ല. പണ്ടൊക്കെ സാറുമാരുടെയൊക്കെ ടീച്ചർമാരുടെയൊക്കെ ബോറിംഗ് പീരീഡ് വരുമ്പം ഇത് എന്തായാലും കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ ബുക്കിനകത്ത് കളിച്ചുകൊണ്ടിരിക്കും അല്ലേ. ഇതൊക്കെ പണ്ടത്തെ ഒരു കാലം അല്ലേ. അപ്പോൾ ഇതിനകത്ത് 2 കളറാണ്, 2 പേര്, 2 കളർ 2 പേര്. അപ്പോൾ 2 പേര് ഓരോരോ ലൈൻ ഇടുക. എന്നാലും ഫസ്റ്റ് ബോക്സ് ആരുണ്ടാക്കുന്ന ആ ബോക്സിനകത്താണ് അവരുടെ പേര് ആൽഫബറ്റിൻ്റെ ഫസ്റ്റ് നമ്പർ എടുക്കുക. അപ്പം ബോക്സ് ഉണ്ടാക്കുന്നത് വരെ നമ്മൾ മറ്റുള്ള ആളെ ബോക്സ് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കാതിരിക്കുക. അതാണ് നമ്മുടെ 0 വെട്ട്. പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പണ്ട് തൊട്ടേ നമ്മളൊക്കെ നമ്മുടെ ഒരു ട്രഡീഷണൽ ഗെയിമായിട്ട് മാറിയിരിക്കുമല്ലേ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ നമ്മുടെ ഗെയിം. ഇനി മൂന്നാമത്തെ നമ്മുടെ ഗെയിമാണെന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പണ്ട് തൊട്ടേ നമ്മൾ കുഞ്ഞിൽ കളിക്കുന്നത് നമ്മുടെ ആരാ പറയുന്നേ, പാമ്പും ഏണിയും പാമ്പും, സ്നേക്ക് ആൻഡ് ലാഡർ. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് വരച്ചുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 2 പേരാണ് വെച്ച് ഉണ്ടാക്കുന്നത്. ഞാൻ അതിനകത്ത് നമ്മുടെ ഒരു കുഞ്ഞൊരു എലിക്കുട്ടനെയും നമ്മളൊരു കോഴിക്കുഞ്ഞിനെ വെച്ചത്. സത്യത്തിൽ ആദ്യം കോഴിക്കുഞ്ഞിനെ ആയിരുന്നു വെക്കേണ്ടത്, സാരമില്ല. അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഈ നമ്മുടെ ഡൈസ് അറിയാമല്ലോ, ഡൈസിനകത്ത് നമ്പർ ഇടുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ളിടത്തുനിന്ന് നമ്മൾ ഇങ്ങോട്ട് തുടങ്ങണം. അപ്പം എത്ര നമ്പറാണ് നമ്പർ അടിച്ചടിച്ചത്, ഇപ്പോൾ എനിക്ക് വന്ന നമ്പർ അനുസരിച്ച് നമ്മൾ എണ്ണി നോക്കി അതൊക്കെ. ഇനി മമ്മി പറയേണ്ട ആവശ്യമില്ല. ഇത് സത്യത്തിൽ ഞാൻ അവിടെ വെച്ച് ഏണി കണ്ടില്ല കേട്ടോ, ഏണി മുകളിലോട്ട് പോകണ്ടായിരുന്നു. പിന്നെ അടുത്ത പ്രാവശ്യം ഇട്ടപ്പോഴാണ് ഞാൻ മനസ്സിലായി, അയ്യോ എൻ്റെ ഏണിയുണ്ട്. ഫസ്റ്റ് ഇതുകൊണ്ട് എലിക്കുട്ടൻ മുകളിൽ പോകേണ്ടതായിരുന്നു. ഇപ്പോഴാണ് ഞാൻ മനസ്സിലായി, മുകളിൽ പോയിട്ട് പിന്നെ അടുത്ത എണ്ണി ഇങ്ങോട്ട് വെക്കുക. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റിലെത്തുന്നു അവർ ഫസ്റ്റ് അടിക്കും. അപ്പോൾ ഇതൊക്കെ ഗെയിമൊക്കെ നിങ്ങൾക്ക് നമ്മൾ മേടിക്കാൻ കിട്ടുന്ന ഗെയിമാണ്. നമ്മൾ സ്വന്തമായിട്ട് കൈ കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ. ഇത് ഇച്ചിരി വരച്ചുണ്ടാക്കിയ സമയം എടുത്തു. അതാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ ഞാൻ മറന്നു പോയതല്ല കേട്ടോ, സമയം എടുത്ത് ഉണ്ടാക്കുന്ന സമയം കിട്ടാത്തതുകൊണ്ട്. അപ്പം ഇതിനകത്ത് ഏതാണ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഗെയിം എന്നുള്ളത് പറയണം കേട്ടോ. അപ്പം ഇത് കൂടാതെ ഒത്തിരി ഗെയിമുകളുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ആക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 2-3 ഗെയിം മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഏതെങ്കിലും ഗെയിം ഉണ്ടാക്കണം എന്ന് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കും. പിന്നെ അടുത്ത ഗെയിം നിങ്ങളൊക്കെ കളിച്ചിട്ടുള്ളതാണ് പസിൽ ഗെയിം അല്ലേ. പസിൽ ഗെയിം എന്ന് 2 തരത്തിലുണ്ട്. ഒന്ന് നമ്മുടെ വഴിയിൽ ഇങ്ങനെ കണ്ടുപിടിച്ച ഇങ്ങനെ എന്താ ഭൂൽഭുലയ്യാന്ന് പറയും, അതിനകത്തൊന്ന് നമ്മുടെ പട്ടിക്കുട്ടനെ എല്ലും കഷ്ണം കൊടുക്കണം. പിന്നെ രണ്ടാമത്താണെങ്കിൽ ഫ്രൂട്ട് പസൽ, അല്ലെങ്കിൽ നമ്മൾ ആൽഫബറ്റ് പസല്, ആൽഫബറ്റ്സ് നമ്പർ പസൽ അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ ഫ്രൂട്ട് പസലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഫ്രൂട്ട്സിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്, അതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്യുക. പസലൊക്കെ ഇഷ്ടംപോലെ GKയ്ക്കും ഒക്കെ ഓരോരുത്തർ ബ്രെയിൻ ഡെവലപ്പിന് നല്ല IQക്കിനൊക്കെ നല്ല പറ്റിയ പരിപാടികൾ. മറ്റേത് നമ്മൾ ഈ വഴി കണ്ടുപിടിച്ച് നമ്മൾ വീട്ടിലെത്താൻ ശ്രമിക്കുക, അതൊക്കെ പണ്ടത്തെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പസിൽ ഗെയിം. ഇത്രയും ഗെയിമേ ഞാൻ ഇതിനകത്ത് മെയിൻലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടുപിടിച്ചാലോ. അപ്പോൾ ഫ്യൂ സ്റ്റെപ്സ് മാത്രമേ കാണുന്നുള്ളൂ, ബാക്കി എല്ലാത്തിനും ഞാൻ കാണിക്കുന്നില്ല, അതിൽ വലിയ ലോങ് വീഡിയോ ആയിപ്പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെല്ലാം മെയിൻ വേണ്ടത് ചാർട്ട് പേപ്പറാണ് ഞാൻ യൂസ് ചെയ്ത്. ഇച്ചിരി കട്ടിയുള്ള ചാർട്ട് പേപ്പറിനകത്ത് നമ്മൾ വരച്ചുണ്ടാക്കും. അപ്പോൾ 1-2 ഗെയിം മാത്രം ഉണ്ടാക്കുന്ന രീതി കാണിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പം ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഏണിയും പാമ്പെന്നുള്ളത്. അത് നിങ്ങൾക്കറിയില്ല, ഇങ്ങനെ കോളം വരയ്ക്കുക, അതിനുശേഷം ഞാൻ കളർ അടിക്കുക, അതിനുശേഷം നമ്മൾ ഓരോ നമ്പർ ഇട്ട് ഇതിൻ്റെ മുകളിൽ മാത്രം ഞാൻ നമ്മൾ ഇത് വെള്ളം മഴയും വീണ് പടരാതിരിക്കാൻ വേണ്ടി ഞാൻ സെല്ലോട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും
ഈസി ആയിട്ടുള്ള നമ്മൾ പണ്ട് തൊട്ടേ കുഞ്ഞിലേ തൊട്ട് കളിക്കുന്ന ഒരു ഗെയിം അല്ലേ. ഇത് കളിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പ്ലെയേഴ്സിന് വേണ്ടി 3 കോളം വെച്ചിട്ടുണ്ട്. 3 കോളത്തിനകത്ത് 3 പേര് കളിക്കാം, 2 പേരത്തിന് 2 കളി കളിക്കാം. അതൊക്കെയാണ് ആ പ്ലെയറിൻ്റെ സ്പേസിനകത്ത്. നമ്മളിപ്പം വേണമെങ്കിൽ നമ്മുടെ റൗണ്ടായിട്ടുള്ള കോയിൻ ടൈപ്പിൽ കളി. ഇതിപ്പം നമ്മൾ ഒരു ക്യാരക്ടേഴ്സിന് 2 പേരെ വരച്ച് ആ 2 കോളത്തിനകത്ത് 1 2 എന്നുള്ളതിനകത്ത് അകത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോയിൻ വെക്കാം. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു 2 ക്യാരക്ടറിനെ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ വെക്കാം. ടോം ആൻഡ് ജെറിയെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ സ്പഞ്ച് ബോബിന് പാട്രിക് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ സാൻഡ്രിയോ ക്യാരക്ടർ ആരെങ്കിലും വേണം. നമ്മൾ 2 പേരോ 3 പേരോ കളിക്കുക. ഇനിയിപ്പോൾ ഡൈസ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചാൽ ഇത് ഇങ്ങനെ വരച്ചുണ്ടാക്കിയ ശേഷം ഇതിനെ 4 നമ്മൾ ക്യൂബ് പോലെ ഉണ്ടാക്കി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൈസ് റെഡി ആയിട്ടുണ്ടായിരിക്കും. അതിനകത്ത് നമ്പേഴ്സ് ഇടുക. അതിനകത്ത് ഞാൻ സെല്ലോട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അത് നമ്മൾ നശിച്ച് പോകാതിരിക്കുക. ഇതാണ് ഡൈസ് ഉണ്ടാക്കുന്ന ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലാഷ് കാർഡിനെ മാത്രം കാണിക്കാം. ഫ്ലാഷ് കാർഡ് എന്ന് പറയുമ്പം സെയിം സൈസിലുള്ള കുറേ പേപ്പേഴ്സ് കണ്ടിച്ചെടുക്കുക. അതിനകത്ത് നിങ്ങളുടെ ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഇപ്പോൾ 2 പിക്ചറുണ്ട്. ഇപ്പോൾ ഹെലോ കിറ്റിയുടെ ഒരാളുണ്ട് 2 പിക്ചർ ഉണ്ടാക്കണം. 2 പ്ലെയർ ആണെങ്കിൽ 2 പിക്ചർ ഉണ്ടാക്കണം. 3 പ്ലെയർ ആണെങ്കിൽ 3 പിക്ചർ ഉണ്ടാക്കണം. അത് നമ്മുടെ മാച്ചിങ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ കുറേ ക്യൂട്ട് ക്യാരക്ടേഴ്സ് നമ്മൾ വരച്ച് കളർ അടിക്കുക. അത് മാത്രമേ ഉള്ളൂ സ്റ്റെപ്പുള്ളൂ ഫ്ലാഷ് കാർഡ്സിനുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ഡോട്ട് ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾക്കറിയാലോ. ബോക്സ് നമ്മുടെ 0 പൊട്ടിന് വലിയ പരിപാടിയൊന്നുമില്ല. കുറേ 0 ഉണ്ടാക്കുക, അത്രയല്ലേ ഉള്ളൂ പരിപാടി. അപ്പോൾ 0 ബോക്സ് ഉണ്ടാക്കുന്ന സ്ഥലം അതിപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി. അപ്പം ഞാൻ മറ്റേ പസിലും അത് ഉണ്ടാക്കുന്ന സ്റ്റെപ്പ് കാണിക്കില്ല. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗെയിമിൻ്റെ. ഇപ്പോൾ നിങ്ങൾ ഒരു കുട്ടി എന്നോട് വന്ന് ഗെയിമിംഗ് ഉണ്ടാക്കാമെന്ന് വെച്ചുകൊണ്ട് ഇത് ഉണ്ടാക്കിയാൽ ഇച്ചിരി പണിപ്പെട്ട പരിപാടിയാണ്. എന്നാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.